ഈ വഴി പോവുകയാണെങ്കിൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, കടലിൻ്റെ കരയാണ്. അത് ട്രെയിൻ നമ്പർ 653 പാമ്പൻ ധനുഷ്കോടി. ആ കനത്ത മഴയെ അവഗണിച്ച് ലോക്കോ പൈലറ്റ് ട്രെയിൻ മുമ്പോട്ട് തന്നെ കൊണ്ടുപോയി. രാക്ഷസ തിരകൾ ആഞ്ഞടിച്ചു. 6 കോച്ചുകളും ഒലിച്ചുപോയി. പരിമിതമായ സൗകര്യങ്ങളാണ് അവർക്ക് ഉണ്ടായിരുന്നതെങ്കിലും ശ്രീലങ്കയെ പോലെ ഒരു രാജ്യത്ത് പോയി സമാധാനത്തോടു കൂടി ബിസിനസ് ചെയ്ത് വരാനുള്ള ഒരു സൗകര്യം അവർക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് അവിടെ കുറച്ച് VIPസിൻ്റെ വണ്ടികൾ, സ്റ്റേറ്റ് വണ്ടികൾ അടക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് തമിഴ്നാട് കളക്ടറും കൂടെ വേറെ കുറേ VIPസുകളും ഉണ്ടായിരുന്നു. അറബിക്കടൽ ഇവിടെ 3 ലേഖനം 18 കിലോമീറ്റർ ഉള്ളൂ. 18 കിലോമീറ്റർ കഴിഞ്ഞാൽ മറ്റൊരു രാജ്യം. ഹായ് ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പാമ്പം പാലത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഇപ്പോൾ നമ്മളിതാ ധനുഷ്കോടിയിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന സ്ഥലം ഒരു കാലത്ത് ഒരു കൂട്ടം ജനത തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലമാണ്. അവർ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കുകയായിരുന്നു. എന്നാൽ അവരറിയുന്നുണ്ടായിരുന്നില്ല ഒരു മഹാദുരന്തം അവരെ വിഴുങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു എന്ന്. ഒരു ക്രിസ്മസിന് മുമ്പുള്ള ദിവസങ്ങളിൽ അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. 1964 ഡിസംബർ 17-ാം തീയതി സമയം 4:30 തെക്കൻ ആൻഡമാൻ കടലിൽ ഒരു ന്യൂനമർദ്ദം. ഡിസംബർ 19 അതൊരു വലിയ ചുഴലിക്കാറ്റായി മാറി. ഡിസംബർ 22 അന്നത്തെ സിലോണിൽ ആ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. അന്ന് കനത്ത നാശനഷ്ടം ശ്രീലങ്കയ്ക്കുണ്ടായി. 15 അടിയോളം ഉയരത്തിലാണ് തിരമാല ഉണ്ടായത്. ജാഫ്നയിൽ 5000-ഓളം വീടുകൾ നശിച്ചു. അന്ന് സിലോണിൽ 2000 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നാണ് കണക്ക്. ആ ചുഴലിക്കാറ്റ് നേരെ തമിഴ്നാട് ഭാഗത്ത് വന്നു. അന്ന് തമിഴ്നാട് കനത്ത മഴയും ചുഴലിക്കാറ്റുമുണ്ടായി. ആ രാത്രിയിൽ ധനുഷ്കോടിയെ അപ്പാടെ കടൽ വിഴുങ്ങി. ഈ വഴി പോവുകയാണെങ്കിൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, കടലിൻ്റെ കരയാണ്. അത് കാണേണ്ട ക്ഷേത്രമാണ്. പക്ഷേ തിരിച്ചു വരുമ്പം കയറാം എന്നാണ് നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര ധനുഷ്കോടിയിലൂടെ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സ്ഥലമെല്ലാം എങ്ങനെയാണ് നേരത്തെ ഇരുന്നതെന്ന് കാണണ്ടേ. ആ പാവങ്ങൾ ദുരന്തം വരുന്നതറിയാതെ ജീവിച്ച അവരുടെ മനോഹരമായ നാട്. മത്സ്യബന്ധനവും കന്നുകാലികളെ വളർത്തലുമാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി. പരിമിതമായ സൗകര്യങ്ങളാണ് അവർക്ക് ഉണ്ടായിരുന്നതെങ്കിലും ശ്രീലങ്കയെ പോലെ ഒരു രാജ്യത്ത് പോയി സമാധാനത്തോടു കൂടി ബിസിനസ് ചെയ്ത് വരാനുള്ള ഒരു സൗകര്യം അവർക്കുണ്ടായിരുന്നു. ഇത് ധനുഷ്കോടിയിലെ സെന്റ് ആന്റണീസ് ചർച്ച്. ബ്രിട്ടീഷ് മാതൃകയിലാണ് ഇതിൻ്റെ നിർമ്മാണം. പവിഴപ്പുറ്റുകളും പാറക്കല്ലുകളും കൊണ്ടുള്ള നിർമ്മിതി. ക്രിസ്മസിന് മുമ്പുള്ള രാത്രികളിൽ അവർ ഭക്തിയോടുകൂടി ഈ ചർച്ചിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. പക്ഷെ അവരറിഞ്ഞിരുന്നില്ല അവരെ വിഴുങ്ങാൻ ഒരു വല്ലാത്ത ദുരന്തം വരികയായിരുന്നു എന്ന്. ആ ചുഴലിക്കാറ്റ് പതുക്കെ പതുക്കെ തമിഴ്നാട് ഭാഗത്തേക്ക് ബാധിച്ചു തുടങ്ങി. ഈ മനോഹരമായ പ്രദേശത്ത് 5000-ന് മേൽ 10,000-ഓളം ആൾക്കാർ താമസിച്ചിരുന്നു എന്നാണ് കണക്ക്. തമിഴ്നാടും തീരപ്രദേശങ്ങളിലും കനത്ത മഴയും ചുഴലിക്കാറ്റും. ധനുഷ്കോടി അപ്പാടെ കടൽ വിഴുങ്ങിയ ആ രാത്രി. ഇതൊന്നും അറിയാതെയാണ് ആ ലോക്കോ പൈലറ്റ് പാസഞ്ചർ ട്രെയിൻ എടുത്തത്. ട്രെയിൻ നമ്പർ 653 പാമ്പൻ ധനുഷ്കോടി. ആ കനത്ത മഴയെ അവഗണിച്ച് ലോക്കോ പൈലറ്റ് ട്രെയിൻ മുമ്പോട്ട് തന്നെ കൊണ്ടുപോയി. രാക്ഷസ തിരകൾ ആഞ്ഞടിച്ചു. 6 കോച്ചുകളും ഒലിച്ചുപോയി. 110 യാത്രക്കാരും 5 ജീവനക്കാരും ആ ദുരന്തത്തിൽ പൊലിഞ്ഞുപോയി. 250 കിലോമീറ്റർ സ്പീഡിൽ ആഞ്ഞടിച്ച ആ ചുഴലിക്കാറ്റ് ധനുഷ്കോടിയെ തുടച്ചു നീക്കി.
20 രൂപ കൊടുത്ത് ദൂരദർശിനിയിലൂടെ ഞാൻ നോക്കിയപ്പോൾ അങ്ങ് ട്രെയിനിൻ്റെ ഭാഗങ്ങളും ട്രാക്കിൻ്റെ ഭാഗങ്ങളും അവിടെ ഉണ്ട്, അതിലൂടെ സൂക്ഷിച്ച് നോക്കാൻ അയാൾ പറഞ്ഞു. അങ്ങനെ ഞാൻ അതൊക്കെ കണ്ടു. ആ 10,000-ഓളം ആൾക്കാർ ജീവിച്ചിരുന്ന ആ മനോഹരമായ നാടിൻ്റെ ഇന്നത്തെ ഭാഗങ്ങളാണിതെല്ലാം. ഇവിടെ ചെറിയ ചെറിയ കുടിലുകളുണ്ടെങ്കിലും ഇരുട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ആർക്കും നിൽക്കാനൊന്നും പാടില്ല. ഇവിടെ നിന്ന് ഒഴിഞ്ഞോളണം. 7 മണിയാകുമ്പോൾ ഇവിടെ നിന്നും ഒഴിഞ്ഞോളണം. 5 മണി കഴിഞ്ഞാൽ ടിക്കറ്റ് കൊടുക്കാറില്ല, ഇങ്ങോട്ട് കടത്തി വിടാറുമില്ല. ഞങ്ങളങ്ങനെ അതിനെല്ലാം എൻജോയ് ചെയ്തുകൊണ്ട് യാത്ര തുടർന്ന് ഇതിൻ്റെ എൻഡിലൊരു മുനമ്പുണ്ട്. ഇന്ന് ഈ ധനുഷ്കോടി വാസയോഗ്യമല്ലാത്തതിനാലാണ് ഇങ്ങനെ ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. മിനി സിംഗപ്പൂർ എന്നാണ് ഈ പട്ടണത്തെ വിളിച്ചിരുന്നത്. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ഒരു ദുരന്ത ഭൂമിയായി മാറി, ഒരു പ്രേത നഗരമായി മാറി. ഇന്ന് അരിച്ചൽ മുനമ്പ് വരെ റോഡ് യാത്ര വളരെ സുഖകരമാണ്. സുന്ദരമായ യാത്രയാണ് ധനുഷ്കോടിയിലൂടെയുള്ള യാത്ര. വളരെ നല്ല റോഡ്. ഒരു സൈഡ് ബംഗാൾ ഉൾക്കടലും മറു സൈഡ് അറബിക്കടലും. ഇത് രണ്ടും ചേരുന്ന മനോഹരമായ ഒരു പോയിന്റ്. വാസയോഗ്യമല്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചതോടുകൂടി ധനുഷ്കോടി ഒറ്റപ്പെട്ടു. എന്നാൽ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് ധനുഷ്കോടി. ഇന്ത്യ വൻകരയുടെ തന്ത്രപ്രധാനമായ സ്ഥലമാണ് ധനുഷ്കോടി. ശ്രീലങ്കയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇടം. അരിച്ചിൽ മുനമ്പ് വരെ മനോഹരമായ റോഡ്. എത്ര ഓടിയാലും കൊതി തീരെയില്ല, ഓടിയാലും എത്തുകയുമില്ല. അങ്ങനെ ഞങ്ങൾ പഴയ കഥകൾ, ആ ചരിത്രത്തെ അയവിറക്കിക്കൊണ്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു കൊണ്ടേയിരുന്നു. ഏകദേശം ഇതിൻ്റെ കഥകൾ കൂടെ വന്നവർക്കറിയാമായിരുന്നു. അവർ പറഞ്ഞു തന്ന് ഞാൻ വളരെ ഫീലിങ്ങിലിരിക്കുകയായിരുന്നു. 2 സൈഡും, ഒരു സൈഡ് അറ്റ്ലാന്റിക് മഹാസമുദ്രവും ഒരു സൈഡിൽ അറബിക്കടലും. അത് പോകുന്ന വഴി തന്നെ നമുക്ക് കാണാമായിരുന്നു. പിന്നെ ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ശ്രീലങ്കയുമായി നല്ല രീതിയിൽ കച്ചവടം പുലർത്തിയിരുന്ന ഒരു നാട്. ഇന്നത്തെ അതിൻ്റെ അവസ്ഥ കണ്ടോ? 2 സൈഡും വിജനത, ചെറിയ കുടിലുകൾ. ഇതൊക്കെ ടെമ്പററി കുടിലുകളാണ്, അല്ലാതെ ഇവിടെ ആർക്കും താമസിക്കാൻ പറ്റില്ല. രാത്രിയായാൽ മാറിക്കൊടുക്കണം. ഈ റോഡ് മാർഗമുള്ള സൗകര്യം 1988 മുമ്പ് വരെ ഇല്ലായിരുന്നു. അതിനുശേഷമാണ് പാമ്പം പാലം വന്നതും അതിനുശേഷമാണ് ഈ ബൈ റോഡ് യാത്ര അനുവദിച്ചതും ഉണ്ടായതും. അതിനു മുമ്പ് റെയിൽവേ പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ട്രെയിൻ മാർഗമല്ലാതെ ഈ നാട്ടിൽ വരാൻ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് തമിഴ്നാട്ടുകാരുടെ ഗൾഫായിരുന്നു ശ്രീലങ്ക. ഫെറി വഴി അന്ന് തലൈമന്നാറിലേക്ക് യാത്ര ചെയ്യാമായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ശ്രീലങ്കയുമായിട്ടുള്ള കച്ചവടം വളരെ എളുപ്പമാക്കാൻ അത് സഹായിച്ചിരുന്നു. താരങ്ങളായ ജമിനി ഗണേശനും സാവിത്രിയും ചുഴലിക്കാറ്റിന് തൊട്ടു മുമ്പ് ഇവിടെ വന്നതായിട്ടാണ് ചരിത്രം. അന്ന് മഴയാണ്, കാലാവസ്ഥ ശരിയല്ല എന്ന് മനസ്സിലാക്കിയ അവർ ധനുഷ്കോടിയിൽ പോകാതെ രാമേശ്വരത്ത് പോയി. ആ സിനിമാ താരങ്ങളെ കാണാൻ ധനുഷ്കോടിയിൽ നിന്നും കുറേ ആൾക്കാർ രാമേശ്വരത്ത് പോയി. അവരെല്ലാം രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്തെയും ഇവിടെ ജീവിച്ചിരുന്ന ജനങ്ങളെയും ഓർത്തോർത്ത് ഞങ്ങൾ ഉദ്ദേശിച്ച അരിച്ചൽ മുനമ്പിലേക്ക് വന്നു ചേർന്നു. ഇവിടെ കിടക്കുന്ന വാഹനങ്ങൾ കണ്ടാൽ അറിയാം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ ബാഹുല്യം. വണ്ടികൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്, ഒത്തിരി ടൂറിസ്റ്റുകൾ. ഞാൻ ആദ്യം കാറിൽ നിന്ന് ഇറങ്ങി കുറച്ച് വീഡിയോകളെല്ലാം പിടിച്ചു. കൂടെ വന്ന സുഹൃത്തുക്കളെല്ലാം ക്ഷീണിതരായി പുറത്തിറങ്ങി. അവർ 2-3 പ്രാവശ്യം വന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ചും ഇവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ചൊന്നും വലിയ പറച്ചിലൊന്നുമില്ല. എനിക്ക് വല്ലാത്തൊരു ഫീലിങ്ങും ഒരു നടുക്കവും ഒരു ഉള്ളിലൊരു പ്രയാസവും ഫീൽ ചെയ്തുകൊണ്ടേയിരുന്നു.
ഞങ്ങൾ പോയ സമയത്ത് അവിടെ കുറച്ച് VIPസിൻ്റെ വണ്ടികൾ, സ്റ്റേറ്റ് വണ്ടികൾ കിടക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് തമിഴ്നാട് കളക്ടറും കൂടെ വേറെ കുറേ VIPസുകളും ഉണ്ടായിരുന്നു. അവരെയും കണ്ടുകൊണ്ട് അവർ കുറച്ച് ഫോട്ടോസുകൾ എടുക്കുന്നവരുണ്ട്. അത് കണ്ട് ഞാനും എൻ്റെ വീഡിയോ എടുപ്പ് തുടർന്നു കൊണ്ടിരുന്നു. ഈ തിരക്ക് കണ്ട, ഈ തിരക്ക് ഉള്ളിടത്താണ് ആ ബൈനാക്കുലർ, അതായത് ആ ദൂരദർശിനി വെച്ച് 1-2 പേര് നിപ്പുണ്ട്. നമ്മുടെ ആ നശിച്ചു പോയ ട്രെയിനിൻ്റെ ഭാഗങ്ങളും അങ്ങോട്ട് നോക്കുമ്പോൾ ശ്രീലങ്കയുടെ ലൈറ്റ് ഹൗസും മൊത്തം കാണാൻ അത് സഹായിക്കും. 20 രൂപ കൊടുത്ത് പോകുന്ന ആൾക്കാരെല്ലാം അതൊന്ന് കാണണം. മനോഹരമായ കാഴ്ച അതിലൂടെ നമുക്ക് കാണാം. ஃபஸ்ட்டு வெள்ளம், ரெண்டாவது கரை. இந்த கரைக்கு 20 அடிக்கு தலை ராம சேது பாலம். அதுக்கப்புறத்து வெள்ளம், கரை, வெள்ளம். தூரத்தில் அந்த தூபம், இது ஸ்ரீலங்கா ஸ்டார்டிங் பாயிண்ட். இதோட வந்து 18 கிலோமீட்டர் தூரம். ₹20 மேடம் பைசா 3 பேர் எவ்வளோண்ணா? 20 rupees கேட்காது. 20 rupees இதெல்லாம் கடல் தெரியும். ரெண்டாவது மணல் தெரியும். இந்த மண்ணுக்கு அடியே இருந்தால் ராமர் பாலம் ஸ்டார்டிங். அதுக்கப்புறம் கடல், அதுக்கப்புறம் மண் தெரியும். அப்படியே தூரத்தில் பார்த்தீங்கன்னா ஒரு டவர் வந்து இது ஸ்ரீலங்கா லைட் ஹவுஸ். இங்கேருந்து 18 கிலோமீட்டர் தூரம். இதே தெரியல தெரியாதா நம்மளுக்கு? டெலஸ்கோப்ல இங்க அந்த இது இலங்கை ஒற்றை கண்ணுலயே ஒரு கண்ணை முடியுது. என்ன கிளாஸ்? பவர் கிளாஸா? கணக்காவா? மேல அங்கிட்டு அவ்வளோ அப்புறத்து வெள்ளம் கரை கண்டு பின்ன தூரத்துல ஒரு தூபம் கண்டு ஸ்ரீலங்கா லைட் ஹவுஸ் 18 கிலோமீட்டர். குழந்தைங்க അവരെല്ലാവരും കുളിക്കാൻ ഇറങ്ങി. എനിക്ക് അതിന് വലിയ താല്പര്യമില്ല. എനിക്ക് മാത്രമല്ല, ആ കരീം എന്ന് പറഞ്ഞവനും ഈ കുളിക്കിനോട് വലിയ താല്പര്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കുളിക്കാൻ ഇറങ്ങിയില്ല. ഓ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടാ. വേദക വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതെ, എൻ്റെ ഇവിടത്തത് മറ്റേ നമ്മുടെ ഇത് ബംഗാൾ ഉൾക്കടലല്ലേ ഈ കാണുന്നത്. അപ്പുറത്ത് അറബിക്കടൽ, ആ സൈഡിൽ അറബിക്കടൽ. ഇവിടെ നിന്ന് 3 ലെയറാണ്. 18 കിലോമീറ്റർ ഉള്ളൂ. 18 കിലോമീറ്റർ കഴിഞ്ഞാൽ മറ്റൊരു രാജ്യം. ആ, ഞാൻ ഇതുവരെയും വന്നിട്ടില്ല. നമ്മളെ നൗഷാദിനെ കൊണ്ട് വെള്ളത്തിൽ മുക്കിയൊക്കെയാണ്. എന്താവണമെന്ന് അറിഞ്ഞൂടാ, കടലാണ്. നമ്മളെ നൗഷാദിന് ഒന്നാമത് ഇപ്പം അവൻ്റെ സമയം ശരിയല്ല. എടാ കരീമേ, എടാ കള്ള പുല്ലേ,
കേട്ടാ. അവനും ഞാൻ എന്നെയും പ്രത്യേകത വെച്ചാൽ അല്ലെങ്കിൽ കുളിക്കില്ല. ഓ യവന്മാര് ആഴ്ചയിലൊക്കെ കുളിക്കുന്ന ഐറ്റങ്ങളാണ് കിടക്കുന്നത്. ഒന്നെൻ്റെ കാക്കിച്ചി, പിന്നെ വേറെ ഒരു സാധനം ഒരാൾ കുളിക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി വരാൻ മുണ്ടും ബനിയനൊക്കെ ആയിട്ട് തോർത്തൊക്കെ ഇതാ കിടക്കുകയാണ്. ഞാനാ എൻ്റെ പട്ടി ഇറങ്ങും, ഞാൻ വീട്ടിലേ കുളിക്കില്ല. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ നീരാട്ടം ആരംഭിച്ചു. കടലാണെന്നുള്ള കാര്യം ഓർക്കണമെന്ന് ഞാൻ അവരെ ഉപദേശിച്ചു. അങ്ങനെ നമ്മുടെ മാമ കുളിക്കാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. പുള്ളിക്കാരൻ താക്കോലൊക്കെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ തുണി മാറി പുള്ളിക്കാരനും ഇറങ്ങി. ഇനി അടുത്ത എപ്പിസോഡ് ധനുഷ്കോടിയിലെ റെയിൽവേ സ്റ്റേഷനെ കുറിച്ചാണ്. അതിൽ കുറച്ച് ചരിത്രങ്ങളുണ്ട്, നല്ല വീഡിയോകളുമുണ്ട്. ഓക്കെ, മറക്കരുത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.